Dear students, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന ചാപ്റ്ററിന്റെ JEE മെയിൻ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കഴിഞ്ഞ ആൽക്കഹോൾ ഫിനോൾ ചെയ്തതുപോലെ ഓരോരോ ചോദ്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. അതിന്റെ ആൻസർ എങ്ങനെ വന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, first question, the formation of cyanohydrin from a ketone is an example of electrophilic addition, free radical addition, nucleophilic substitution, electrophilic substitution, nucleophilic addition. The formation of cyanohydrin from a ketone is an example of എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോ സയാനോഹൈഡ്രിൻ കീറ്റോണിൽ നിന്നും ഫോം ചെയ്യുന്ന റിയാക്ഷൻ എന്തിന് എക്സാമ്പിൾ? അപ്പൊ നമുക്കറിയാം ആൽഡിഹൈഡ് കീറ്റോൺസ് ജനറലി കാർബണൽ കോമ്പൗണ്ട്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിയാക്ഷൻ ആണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. കാർബണൽ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ സി ഡബിൾ ബോണ്ട് ഓയില് കാർബൺ അല്ലെ, കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് ആണ്. ഈ കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ടിൽ എന്തുണ്ട്? ഇലക്ട്രോമൈറ്റിക് ഇഫക്ട്. പൈ ഇലക്ട്രോൺസ്, കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ടിന്റെ പൈ ഇലക്ട്രോൺസ് ഇലക്ട്രോ നെഗറ്റീവ് ആയ ഓക്സിജനിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യും. അങ്ങനെ ഡിസ്പ്ലേസ് ചെയ്താൽ ഓക്സിജന്റെ മുകളിൽ നെഗറ്റീവ് ചാർജും കാർബണിന്റെ മുകളിൽ പോസിറ്റീവ് ചാർജും. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ള കാർബൺ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയ കാർബൺ ആണ്. അപ്പൊ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയ കാർബണിലേക്ക് ആരാണ് വരിക? ന്യൂക്ലിയോഫൈൽ അല്ലെ. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഒരു ന്യൂക്ലിയോഫിലിക് റിയേജന്റ് സയാനോഹൈഡ്രിൻ എന്നുള്ള പ്രൊഡക്റ്റ് ഫോം ചെയ്യാൻ നമ്മൾ ആഡ് ചെയ്യുന്ന ന്യൂക്ലിയോഫിലിക് റിയേജന്റ് ആണ് HCl, ഹൈഡ്രജൻ സയനൈഡ്. ഹൈഡ്രജൻ സയനൈഡ് നമ്മൾ കാർബണൽ കോമ്പൗണ്ട്സിലേക്ക് ജനറലി ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഇലക്ട്രോമൈറ്റിക് ഇഫക്റ്റ് കാരണം കാർബണിന്റെ മുകളിൽ ഡെൽറ്റ പ്ലസ് ഓക്സിജൻ മുകളിൽ ഡെൽറ്റ മൈനസ്. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ള H+ ഇങ്ങോട്ട് പോകും, ഓക്സിജനിലേക്ക് പോകും. നെഗറ്റീവ് ചാർജ് ഉള്ള Cl- കാർബണിലേക്ക് പോകും. അപ്പൊ കാർബണിലേക്ക് നെഗറ്റീവ് ചാർജ് ഉള്ള പോസിറ്റീവ് ചാർജ് ഉള്ള കാർബണിലേക്ക് നെഗറ്റീവ് ചാർജ് ഉള്ള അറ്റാക്ക് റിയേജന്റ് ദാറ്റ് ഈസ് Cn-. നെഗറ്റീവ് ചാർജ് ഉള്ള അറ്റാക്ക് റിയേജന്റ് എന്താ പറയാം? ന്യൂക്ലിയോഫൈൽ അല്ലെ. അപ്പൊ എന്താവും പ്രൊഡക്റ്റ്? സി ഡബിൾ ബോണ്ട് ഉള്ളത് സിംഗിൾ ബോണ്ട് ആയി. കാരണം ഈ ഡബിൾ ബോണ്ടിലെ പൈ ഇലക്ട്രോൺസ് ആണ് ഓക്സിജനിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തത്. അപ്പൊ അത് സിംഗിൾ ബോണ്ട് ആയി. അപ്പൊ ഈ കാർബണിൽ പോസിറ്റീവ് ചാർജ് ആയി, കാർബണിലേക്ക് ആരും വരും? Cn വരും. ഓക്സിജനിലേക്ക് ആരും വരും? Therefore, the reaction is called addition. Addition. എന്താണ് ആഡ് ചെയ്തത്? Cn മൈനസ് ആണ് ആഡ് ചെയ്തത്. Cn മൈനസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോഫൈൽ. Therefore, the reaction is called nucleophilic addition. The reaction is called nucleophilic addition. Nucleophilic addition എന്നാണ് ഈ റിയാക്ഷനെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ. First question, the formation of cyanohydrin from a ketone is an example of. The answer is nucleophilic addition reaction. ഒന്നാമത്തെ question answer option E ആണ്, nucleophilic addition reaction. Okay, then second question, രണ്ടാമത്തെ ചോദ്യം, ethylidene chloride on hydrolysis with NaOH. Ethylidene chloride on hydrolysis with NaOH. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ എത്തിലിഡീൻ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡൈഹാലൈഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ഹാലജൻ വരും. അത് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് വിസിനൽ ഡൈഹാലൈഡും രണ്ടാമത്തെ ജെമിനൽ ഡൈഹാലൈഡ്. ജെമിനൽ ഡൈഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഒരേ കാർബണിന്റെ മുകളിൽ ഹാലജൻ വരും. അങ്ങനെയുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ കോമൺ നെയിം ആണ് ആൽക്കിലിഡീൻ ക്ലോറൈഡ്. വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത കാർബണിന്റെ മുകളിൽ ഹാലജൻ, അതിനെ പറഞ്ഞ പേരാണ് ആൽക്കലീൻ ക്ലോറൈഡ്. ഓക്കെ, അപ്പോ അറിഞ്ഞിരിക്കണം ഒരേ കാർബണിന്റെ മുകളിൽ തന്നെ രണ്ട് ഹാലജൻ വരെയാണ്. ഓക്കെ, വിസിനൽ ആൻഡ് ജെമിനൽ. ഈ വിസിനൽ ഡൈഹാലൈഡിന്റെ കോമൺ നെയിം ആൽക്കലീൻ ക്ലോറൈഡ്.
അല്ലെങ്കിൽ ആൽക്കലീൻ ജനറൽ ഡൈഹാലൈഡ് കോമൺ നെയിമാണ് ആൽക്കിലിഡീൻ ക്ലോറൈഡ്. ആൽക്കിലിഡീൻ. ഓക്കെ, അപ്പൊ ഇത് അറിഞ്ഞിരിക്കണം, കോമൺ നെയിമുമായി ബന്ധപ്പെട്ടാണ്. ആൽക്കലീൻ ഹാലൈഡ്. അപ്പൊ എത്തിലീൻ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ബിസിനൽ ആണ്. എത്തിലിഡീൻ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ജെമിനൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചു എത്തിലിഡീൻ ക്ലോറൈഡ് CH3CHCl ഇതാണ് എത്തിലിഡീൻ ക്ലോറൈഡ്, ജെമിനൽ ഡൈഹാലൈഡ്. ഇതിലേക്ക് നമ്മൾ അക്വസ് NaOH ഹൈഡ്രോളിസിസ്, അക്വസ് NaOH എടുത്താൽ ഉണ്ടാവും CH3CH. ഈ രണ്ട് ഹാലജന് പകരം അവിടെ ആര് വരും? നമുക്കറിയാം അക്വസ് KOHന്റെ ഫംഗ്ഷൻ എന്താ? ഹൈഡ്രോളിസിസ്. അപ്പൊ രണ്ട് ക്ലോറിന് പകരം അവിടെ രണ്ട് OH, ദാറ്റ് ഈസ് കോൾഡ് വിസിനൽ ഡയോൾ. നമുക്കറിയാം ഒരു കാർബണിന്റെ മുകളിൽ ഒന്നിൽ കൂടുതൽ OH എക്സിസ്റ്റ് ചെയ്യില്ല. കാരണം ആ രണ്ട് OH ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു വാട്ടർ മോളിക്യൂൾ CH3CHO എന്തായി? ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഈസ് എത്തനാൽ. ക്ലിയർ ആയോ? എത്തിലിഡീൻ ഡൈക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഡൈഹാലൈഡ് ആണ്. ഒരു കാർബണിന്റെ മുകളിൽ രണ്ട് ഹാലജൻ. അപ്പൊ അതിലേക്ക് അക്വസ് KOH ഇട്ടാൽ അല്ലെങ്കിൽ അക്വസ് NaOH ഇട്ടാൽ ആ രണ്ട് ക്ലോറിന് പകരം രണ്ട് OH വരും. രണ്ട് OH, ഒരു കാർബണിന്റെ മുകളിൽ രണ്ട് OH വരത്തില്ല. ജെമിനൽ ഡൈഹാലൈഡ്സ് അൺസ്റ്റേബിൾ ആണ്. അപ്പൊ അവിടെ ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുന്നതാവും CH3CHO, ദാറ്റ് ഈസ് എത്തനാൽ ആവും. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താവും? രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ CH3CHO, CH3CO, CH3CHOH twice, CH3CH2OH, CH3CH3CHO. Answer is option B. Sorry, option A, CH3CHO. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, then third question. The product obtained when methanol is treated with ammonia. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. The product obtained when methanol is treated with ammonia. Methanol ammonia. ഓക്കെ, അപ്പൊ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ നോക്കാം? അപ്പൊ നമുക്കറിയാം ആൽഡിഹൈഡ് ഓർ കീറ്റോൺ when react with ammonia or ammonia derivatives, റിയാക്ഷൻ നടക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. C ഡബിൾ ബോണ്ട് ഓയിലെ ഓക്സിജനും അമോണിയ ഡെറിവേറ്റീവ്സിലെ ഹൈഡ്രജനും H2O എലിമിനേറ്റ് ചെയ്ത് C ഡബിൾ ബോണ്ട് N ഉള്ള കോമ്പൗണ്ട് ഉണ്ടാവും അല്ലെ? പഠിച്ചിട്ടുണ്ട്. കാർബണൽ കോമ്പൗണ്ട്സ് when react with ammonia derivatives, അമോണിയ ഡെറിവേറ്റീവ്സിന് ഇങ്ങനെ എഴുതും. ഇസഡിന് പകരം വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് വന്നാൽ ദാറ്റ് ഈസ് കോൾഡ് അമോണിയ ഡെറിവേറ്റീവ്. അപ്പൊ അമോണിയ ഡെറിവേറ്റീവ്സ് ഇവിടെ നിന്ന് ഇങ്ങനെ വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് C ഡബിൾ ബോണ്ട് N Z എന്നുള്ള ഒരു കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് ഉണ്ടാവും. കോമ്പൗണ്ട് കണ്ടെയ്നിങ് C ഡബിൾ ബോണ്ട് N. ഇതൊരു ക്യാരക്ടറിസ്റ്റിക്സ് കളറുള്ള കോമ്പൗണ്ട് ആണ്. Therefore, this reaction can be used to distinguish carbonyl compounds from other oxygen containing functional group എന്ന് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഒരു എക്സെപ്ഷണൽ റിയാക്ഷൻ ആണ് നമ്മുടെ ചോദ്യം. മെത്തനാൽ when react with formaldehyde. Okay, മെത്തനാൽ എന്ന് പറഞ്ഞാൽ ഇത് മെത്തനാൽ ഫോർമാൽഡിഹൈഡ് when react with അമോണിയ മോളിക്യൂളുമായിട്ട് റിയാക്ട്. അപ്പൊ ഈ റിയാക്ഷൻ ഈ മെക്കാനിസം വഴിയല്ല, ഇതൊരു എക്സെപ്ഷണൽ റിയാക്ഷൻ. സാധാരണ എല്ലാ കാർബണൽ കോമ്പൗണ്ട്സും അമോണിയ ഡെറിവേറ്റീവ്സുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഇതുപോലെയാണ്. അമോണിയ ആയിട്ട്, അമീനുമായിട്ട്, ഹൈഡ്രസീനുമായി, ഫിനൈൽ ഹൈഡ്രസീൻ, അതുപോലെ സെമി കാർബസൈഡ്, അങ്ങനെ പല റിയാക്ഷൻസ് നിങ്ങൾ പഠിച്ചു. പക്ഷെ ഫോർമാൽഡിഹൈഡ് അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന മാത്രം എക്സെപ്ഷൻ ആണ്. 6 മോളിക്യൂൾ ഫോർമാൽഡിഹൈഡ്, 4 മോളിക്യൂൾ അമോണിയ റിയാക്ട് ചെയ്തു ഹെക്സാമെത്തിലീൻ ടെട്രാമീൻ എന്നറിയപ്പെടുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. The compound is called urotropin. Okay, in IUPAC hexamethylene tetramine. ഹെക്സാമെത്തിലീൻ ടെട്രാമീൻ എന്നറിയപ്പെടുന്ന യൂറോട്രോപ്പിൻ എന്ന കോമൺ നെയിം അറിയപ്പെടുന്ന കോമ്പൗണ്ട് ഉണ്ടാവും. ഓക്കെ, വിച്ച് ഇസ് എൻ യൂറിനറി ആന്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഫോർമാൽഡിഹൈഡ് when react with methanol we get urotropin. അപ്പൊ നമ്മുടെ
മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസറും the product obtained when methanol is treated with ammonia is CH2 6 times N4. That is answer is option E. ആ കോമ്പൗണ്ടിന്റെ പേരാണ് hexamethylene tetramine or urotropine. Okay. Then fourth question. Paraldehyde is used as. നാലാമത്തെ ചോദ്യം paraldehyde is used as. Okay. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ അത് നമ്മൾ NCERT-യിലൊന്നും ഇല്ലാത്തൊരു ചോദ്യമാണ്. എന്നാൽ ഇത് പ്രീവിയസ് ഇയറിന് മെയിൻ എക്സാമിനേഷൻ ചോദിച്ചത്. പാരാൾഡിഹൈഡ് എന്താണ് പാരാൾഡിഹൈഡ്? പാരാൾഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സൈക്ലിക് ട്രൈമർ ഓഫ് അസറ്റാൾഡിഹൈഡ്. പാരാൾഡിഹൈഡ് is a cyclic trimer of acetaldehyde. Cyclic trimer of acetaldehyde എന്ന് പറഞ്ഞാൽ 3 മോളിക്യൂൾ അസറ്റാൾഡിഹൈഡ് ട്രൈമറൈസേഷൻ നടന്ന് ഉണ്ടാവുന്ന ഒരു സൈക്ലിക് ട്രൈമർ ആണ് പാരാൾഡിഹൈഡ്. ഓക്കെ, അപ്പൊ അതിന്റെ റിയാക്ഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പാരാൾഡിഹൈഡ് ഉണ്ടാവുന്നത് CH3 CHO അസറ്റാൾഡിഹൈഡ്. ഓക്കെ, 3 മോളിക്യൂൾ അസറ്റാൾഡിഹൈഡ് in presence of concentrated H2SO4. Concentrated sulfuric acid presence in acetaldehyde undergo trimerization. Okay, it is down the compound ആണ് paraldehyde. In the structure CH3 CHO. Cyclic trimer of acetaldehyde is called paraldehyde. Okay, paraldehyde is used as hypnotic ആയിട്ട് മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ആണ് paraldehyde, which is a cyclic trimer of acetaldehyde. Okay, അപ്പൊ ഇതിന്റെ സ്ട്രക്ചറും ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ ഏത് വരും? നാലാമത്തെ ചോദ്യം പാരാൾഡിഹൈഡ് ഈസ് യൂസ്ഡ് ആസ് എന്നാണ്. പാരാൾഡിഹൈഡ് ഈസ് യൂസ്ഡ് ആസ് ഓപ്ഷൻ എ ആന്റിസെപ്റ്റിക്, ഓപ്ഷൻ ബി സാപ്രോഫിക്, ഓപ്ഷൻ സി സൈക്കോൾഡിലിക്, ഓപ്ഷൻ ഡി അനാൽജസിക്, ഓപ്ഷൻ ഇ ഹിപ്നോട്ടിക്. അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ ഇ ഹിപ്നോട്ടിക്. ഓക്കെ, ഇതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ചോദ്യം X and Y in the following reaction are respectively. നമുക്കറിയാം സാലിസിലിക് ആസിഡ് ആണ്. ഓക്കെ, സാലിസിലിക് ആസിഡ്. അപ്പൊ സാലിസിലിക് ആസിഡ് undergo electrophilic salicylic acid on electrophilic substitution reaction. Salicylic acid electrophilic substitution. അപ്പോൾ ഒന്നാമത് concentrated nitric acid, രണ്ടാമത് bromine water. നമുക്ക് ഇവിടെ അറിയാം, ഇവിടെ OH ഉണ്ട്, COH ഉണ്ട് അല്ലെ? നമുക്കറിയാം ഇത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ OH is a plus group and COH is a minus. OH ഒരു പ്ലസ് എം ഗ്രൂപ്പ് ആണ്, COH ഒരു മൈനസ് എം ഗ്രൂപ്പ് ആണ്. അപ്പൊ ഈ ഇലക്ട്രോഫിലിക് റിയാക്ഷനിൽ ആരാണ് പെട്ടെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക? പ്ലസ് എം ഗ്രൂപ്പ്. പ്ലസ് എം ഗ്രൂപ്പ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആണ്, മൈനസ് എം ഗ്രൂപ്പ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇവിടെ റിയാക്ഷനിൽ പങ്കെടുക്കുക പ്ലസ് എം ഗ്രൂപ്പ് ആണ്, കാരണം അതാണ് ഇലക്ട്രോഫൈലിനെ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പൊ ഇതൊരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നൈട്രേഷൻ. ഇതൊരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ബ്രോമിനേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ കോൺസെൻട്രേറ്റഡ് മീഡിയം ആണ്, മീഡിയം കോൺസെൻട്രേറ്റഡ് ആണ്. ഇവിടെ പോളാർ സോൾവെന്റ് ആണ് അല്ലെ, നമ്മൾ നേരത്തെ ആൽക്കഹോൾ ഫീനോളിൽ പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരുമിച്ച് ഇത് കോൺസെൻട്രേറ്റഡ് ആണ്, ഇവിടെ പോളാർ മീഡിയം. അപ്പൊ ഒരുമിച്ച് 2,4,6 ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫീനോൾ ഉണ്ട്, കാരണം OH ഗ്രൂപ്പ് ആണ് സ്ട്രോങ്ലി ആക്ടിവേറ്റ്. അപ്പൊ ആ COH അവിടെ നിന്ന് എന്ത് ചെയ്യും? വാഷ് ഔട്ട് ചെയ്യും.
അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് എന്താവും? ഫീനോളിന്റെ ഓർത്തോ പൊസിഷനിൽ പാരാ പൊസിഷനിൽ രണ്ടാമത്തെ ഓർത്തോ പൊസിഷൻ എന്ത് വരും? എന്നോട്ട് വരും. അതുപോലെ ഇവിടെ ഫീനോളിന്റെ ഓർത്തോ പൊസിഷനും പാരാ പൊസിഷനും എന്ത് വരും? ബ്രോമിൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായി? ഇത് പിക്രിക് ആസിഡ്, ഇത് 2,4,6 ട്രൈനൈട്രോഫീനോൾ അല്ലെങ്കിൽ പിക്രിക് ആസിഡ്, ഇത് 2,4,6 ട്രൈബ്രോമോഫീനോൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? ഈ ചോദ്യത്തിന്റെ ആൻസർ പിക്രിക് ആസിഡ്. എക്സ് എന്നുള്ള കോമ്പൗണ്ട് പിക്രിക് ആസിഡ് ആണ്. രണ്ടാമത്തെ 2,4,6 ട്രൈബ്രോമോഫീനോൾ. ഓക്കെ, പിക്രിക് ആസിഡ് എക്സ് എന്നുള്ളത് പിക്രിക് ആസിഡ്, Y എന്നുള്ളത് 2,4,6 ട്രൈബ്രോമോഫീനോൾ. അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ എ വരും. ഓക്കെ, ഇതാണ് അഞ്ചാമത്തെ ചോദ്യത്തിന് ആൻസർ. ദെൻ സിക്സ്ത് വൺ. ആറാമത്തെ ചോദ്യം. The correct order of increasing acidic strength is. കുറച്ച് കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്. ആ കോമ്പൗണ്ടിന്റെ അസിഡിക് സ്ട്രെങ്ത്തിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ്. The correct increasing order of acidic strength. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഏതൊക്കെയാണ്? ഒന്ന് ഫീനോൾ, രണ്ടാമത്തത് എത്തനോൾ, മൂന്നാമത്തെ ക്ലോറോ അസറ്റിക് ആസിഡ്, നാലാമത്തെ അസറ്റിക് ആസിഡ്. ഫീനോൾ, എത്തനോൾ, അസറ്റിക് ആസിഡ്, ക്ലോറോ അസറ്റിക് ആസിഡ്. ക്ലോറോ അസറ്റിക് ആസിഡ്. അപ്പൊ അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. അപ്പൊ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ അസിഡിക് ക്യാരക്ടർ കാണിക്കുന്ന കോമ്പൗണ്ടുകൾ പഠിച്ചത് ഒന്ന് 1 ആൽക്കൈൻ ആണ്. 1 ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ കാർബൺ എന്നുള്ള ചാപ്റ്ററിൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ച 1 ആൽക്കൈൻസ് എന്ന് പറഞ്ഞാൽ ടെർമിനൽ കാർബണിന്റെ മുകളിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ട്. അത് കഴിഞ്ഞ് അസിഡിക് ക്യാരക്ടർ വരുന്ന കോമ്പൗണ്ട് ആണ് ആൽക്കഹോൾസ്. ഓക്കെ, ദെൻ ഫീനോൾ, അതിനിടയിൽ വാട്ടർ ഉണ്ട്, പിന്നെ കാർബോക്സിലിക് ആസിഡ്. ഇതാണ് നമ്മൾ അസിഡിക് ക്യാരക്ടർ വരുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ്. അപ്പൊ അതിന്റെ ഓർഡർ അസിഡിക് ക്യാരക്ടറിന്റെ ഓർഡർ ആദ്യം ഏറ്റവും അസിഡിക് ക്യാരക്ടർ കുറവ് 1 ആൽക്കൈൻ, 1 ആൽക്കൈൻ. അത് കഴിഞ്ഞാൽ ആൽക്കഹോൾ, ആൽക്കഹോൾ കഴിഞ്ഞാൽ വാട്ടർ, വാട്ടർ കഴിഞ്ഞാൽ ഫീനോൾ, ഫീനോൾ കഴിഞ്ഞാൽ കാർബോക്സിലിക്. അപ്പൊ ഇവിടെ 1 ആൽക്കൈൻസ് ഒന്നുമില്ല എങ്കിലും ഈ ഓർഡർ 1 ആൽക്കൈൻ, ആൽക്കഹോൾ, വാട്ടർ, ഫീനോൾ, കാർബോക്സിലിക് ആസിഡ്. ഇതാണ് അസിഡിക് ക്യാരക്ടറിന്റെ നെറ്റ് ഓർഡർ. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മൈനസ് ഗ്രൂപ്പുകൾ. മൈനസ് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ -I ഗ്രൂപ്പ് അല്ലെങ്കിൽ -M ഗ്രൂപ്പുകൾ. അപ്പൊ മീസോമറിക് ഇഫക്റ്റ് നമുക്കറിയാം അരോമാറ്റിക് റിംഗിലാണ് വരിക. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആലിഫാറ്റിക് ചെയിൻ. അപ്പൊ കാർബോക്സിലിക് ആസിഡ് ആയാലും ആൽക്കഹോൾ ആണ്, അത് ആലിഫാറ്റിക് ചെയിനിലാണ്. ഫീനോളും അതുപോലെ തന്നെ അരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ്, അത് ബെൻസീൻ റിംഗിലാണ്. അപ്പോ ആലിഫാറ്റിക് ചെയിനിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റും ബെൻസീൻ റിംഗിൽ മീസോമറിക് ഇഫക്റ്റും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ രണ്ട് ഇഫക്റ്റ് ആണെങ്കിലും -I ഗ്രൂപ്പുകൾ, -I ഗ്രൂപ്പ് ഓർ -M ഗ്രൂപ്പുകൾ ഇൻക്രീസസ് അസിഡിറ്റി ആൻഡ് പ്ലസ് ഗ്രൂപ്പുകൾ ഡിക്രീസസ് അസിഡിറ്റി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. -I ഓർ -M ഗ്രൂപ്പ്സ് increases acidity. +I or +M decreases. എന്താ ചെയ്യുക? കുറയ്ക്കും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ബേസിക് ക്യാരക്ടർ, അമീൻസ്. അപ്പൊ നമുക്ക് ഈ നെറ്റ് ഓർഡർ അനുസരിച്ച് 1 ആൽക്കൈൻ ഇതിലില്ല, ആൽക്കഹോൾ, ആൽക്കഹോൾ ഉണ്ടോ ഇതിൽ? ഫീനോള്, എത്തനോള്, അസറ്റിക് ആസിഡ്, ക്ലോറോ. അപ്പൊ ഇതിൽ ആരാണ് ആൽക്കഹോൾ ആയിട്ട് വരുന്നത്? എത്തനോളാണ്. അപ്പൊ ലീസ്റ്റ് അസിഡിക് എത്തനോളാണ്. ഓക്കെ,
വാട്ടർ ഇതിലില്ല. Then phenol. Phenol ഉണ്ടല്ലോ. Phenol. Then carboxylic acid. Carboxylic acid രണ്ടെണ്ണം. ഒന്ന് അസറ്റിക് ആസിഡ്, ക്ലോറോ അസറ്റിക് ആസിഡ്. അപ്പൊ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ CH3COH. ക്ലോറോ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അതിൽ ക്ലോറിൻ വന്നു. ഈ ക്ലോറിൻ എന്താണ്? -I ഗ്രൂപ്പാണ്. അപ്പൊ -I ഗ്രൂപ്പ് എന്താ ചെയ്യുക? അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പൊ ക്ലോറോ അസറ്റിക് ആസിഡും വെറും അസറ്റിക് ആസിഡും കൺസിഡർ ചെയ്യുമ്പോൾ അസറ്റിക് ആസിഡിൽ ഒരു ക്ലോറിൻ വന്നതാണ് ക്ലോറോ അസറ്റിക് ആസിഡ്. അപ്പൊ ക്ലോറിൻ വരുമ്പോൾ എന്തായി? അവിടെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് -I ആയി. ഫോർ അസിഡിറ്റി ഇൻക്രീസ്. അപ്പൊ ക്ലോറോ അസറ്റിക് ആസിഡ് അസറ്റിക് ആസിഡ് ക്ലോറോ. Next order of acidic character is ethanol, then phenol, acetic acid and chloroacetic acid. Okay, അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? ആദ്യം എത്തനോൾ, അത് കഴിഞ്ഞ് ഫീനോൾ, പിന്നെ അസറ്റിക് ആസിഡ്, then chloroacetic acid. Therefore the answer is option C. ethanol, phenol, acetic acid, chloroacetic acid. Therefore ആറാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ സി. Okay, then seventh question. Which of the following does not answer Cannizzaro reaction? Cannizzaro reaction result does not answer Cannizzaro reaction. അപ്പൊ നമ്മള് ആൽഡിഹൈഡ് കീറ്റോൺസിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് റിയാക്ഷൻ ഉണ്ട്. ഒന്ന് ആൾഡോൾ കണ്ടൻസേഷൻ, രണ്ടാമത്തെ കാനിസാരോ റിയാക്ഷൻ. ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ബോത്ത് കണ്ടെയ്ൻ ആൽഫ ഹൈഡ്രജൻ സെൽഫ് കണ്ടൻസ് ഇൻ പ്രസൻസ് ഓഫ് ഡൈലൂട്ട് ആൽക്കഹൈഡ്. അപ്പൊ ആൾഡോൾ കണ്ടൻസേഷൻ നടക്കണമെങ്കിൽ അതിനെന്ത് വേണം? ആൽഫ ഹൈഡ്രജൻ വേണം. ഓക്കെ. കാനിസാരോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ ആൽഫ ഹൈഡ്രജൻ. ആൽഡിഹൈഡിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ് ആണ് കാനിസാരോ റിയാക്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അല്ലെങ്കിൽ നടക്കുക. അപ്പൊ നമുക്ക് വിച്ച് ഓഫ് ദി ഫോളോയിങ്സ് ഡസ് നോട്ട് അണ്ടർഗോ കാനിസാരോ റിയാക്ഷൻ? അപ്പൊ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൾക്കാരാണ് കാനിസാരോ റിയാക്ഷൻ നടക്കുക. അപ്പൊ ഡസ് നോട്ട് അണ്ടർഗോ കാനിസാരോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിലേക്ക് നോക്കാം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓപ്ഷൻ CCl3CHO. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ CCl3CHO. Then second option benzaldehyde. മൂന്നാമത്തെ ഓപ്ഷൻ ഫോർമാൽഡിഹൈഡ്. നാലാമത്തെ ഓപ്ഷൻ അസറ്റാൽഡിഹൈഡ്. അഞ്ചാമത്തെ ഓപ്ഷൻ ഈ 5 ഓപ്ഷനാണ് നമുക്കുള്ളത്. അപ്പോ CCl3CHO, ബെൻസാൽഡിഹൈഡ്, ഫോർമാൽഡിഹൈഡ്, അസറ്റാൽഡിഹൈഡ്, ഇത് ഒരു സൈക്ലോ ഹെക്സൈൽ കാർബാൾഡിഹൈഡ് ആണ്. അപ്പൊ ഇതിൽ ഓരോന്നിന്റെയും ആൽഫ കാർബൺ നമുക്ക് നോക്കാം. ഇതിന് ആൽഫ കാർബൺ ഇതാണ്. ആ ആൽഫ കാർബണിന്റെ മുകളിൽ ഹൈഡ്രജൻ ഇല്ല. അപ്പൊ ആ ഓർഗാനിക് കോമ്പൗണ്ട് അണ്ടർഗോ കാനിസാരോ. ബെൻസാൽഡിഹൈഡ്, ബെൻസാൽഡിഹൈഡ് ആൽഫ കാർബൺ ഇല്ല, അവിടെ ഹൈഡ്രജൻ ഇല്ല. അപ്പൊ ഇത് ആൽഫ അണ്ടർഗോ കാനിസാരോ റിയാക്ഷൻ. ഫോർമാൽഡിഹൈഡിന് ആൽഫ ഹൈഡ്രജൻ പോയിട്ട് ആൽഫ കാർബണേ ഇല്ല. അപ്പൊ ഇതും ആൽഫ അണ്ടർഗോ കാനിസാരോ റിയാക്ഷൻ. ബട്ട് ഇൻ അസറ്റാൽഡിഹൈഡ് ആൽഫ കാർബൺ ഏതാണ്? ഇതാണ് ആൽഫ. ഈ ആൽഫ കാർബണിന്റെ മുകളിൽ ഹൈഡ്രജൻ ഉണ്ടോ? ഉണ്ട് അല്ലെ, ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ദിസ് അണ്ടർഗോ ആൾഡോൾ കണ്ടൻസേഷൻ, ഡസ് നോട്ട് അണ്ടർഗോ കാനിസാരോ റിയാക്ഷൻ. അപ്പൊ ഈ കോമ്പൗണ്ട് കാനിസാരോ റിയാക്ഷൻ തരും. ഈ കോമ്പൗണ്ടിൽ ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഇതാണ് CHO. ഈ കോമ്പൗണ്ടിന് ആൽഫ കാർബൺ ഏതാണ്? ഇതാണ് ആൽഫ കാർബൺ. ആൽഫ കാർബണിന് മുകളിൽ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല, ഹൈഡ്രജൻ ഇല്ല. അപ്പൊ ആ കോമ്പൗണ്ടും എന്തെങ്കിലും കാനിസാരോ റിയാക്ഷൻ കാണിക്കും. അപ്പൊ ഇവിടെ കാനിസാരോ റിയാക്ഷൻ കാണിക്കാത്ത ഏതാണ്? ഓപ്ഷൻ ബി.
The final answer is option D. Okay. അപ്പോൾ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ ഏത് വരും? Which of the following does not answer Cannizzaro reaction ആണ് ചോദ്യം. Therefore, the answer is option D. Okay. Then, 8th question. The structure A in the isomerization in the following reaction. Okay. ഏതോ ഒരു കോമ്പൗണ്ട് എ ഐസോമറൈസേഷൻ നടക്കുന്നതിന് മുമ്പ് ആ എ എന്നുള്ള കോമ്പൗണ്ട് ഏതാണെന്നാണ്. ഓക്കെ. ആൻഡ് ഏതാണ് ആ ഐസോമറൈസേഷൻ എന്നും കണ്ടു. ഓക്കെ. അപ്പൊ നമ്മൾ ആ സീരീസ് ഓഫ് റിയാക്ഷനുകൾ കണ്ടു. പ്രൊപ്പൈൻ എന്നുള്ള കോമ്പൗണ്ട് 40% സൾഫ്യൂരിക് ആസിഡ് 1% മെർക്കുറിക് സൾഫേറ്റുമായി റിയാക്ട് ചെയ്യുമ്പോൾ എ എന്നുള്ള കോമ്പൗണ്ട് കിട്ടും. അത് ഐസോമറൈസേഷൻ നടന്നാൽ നമുക്ക് അസറ്റോൺ. അപ്പൊ ഇവിടെ ഏതാണ് എ എന്നും ഏത് ഐസോമറൈസേഷൻ ആണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. 8th question. CH3 C triple bond CH react with 40% sulfuric acid and 1% mercuric sulfate. ഈ റിയാക്ഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചാണ്, അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലും പഠിച്ചാണ്. ഓക്കെ. ഫസ്റ്റ് ഇയറിൽ ആൽക്കൈന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് ദാറ്റ് ഈസ് ഓക്സിമർക്കുറേഷൻ അല്ലെങ്കിൽ കുഷറോഫ്സ് റിയാക്ഷൻ എന്ന് പറയും. അതിന്റെ നെയിം റിയാക്ഷൻ ആണ് കുഷറോഫ്സ് റിയാക്ഷൻ, അതുപോലെ ഓക്സിമർക്കുറേഷൻ. ഓക്കെ. അപ്പൊ ആ ഓക്സിമർക്കുറേഷൻ അഡീഷൻ ഓഫ് വാട്ടർ ആണ്. അപ്പൊ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാവും? CH3 according to Markovnikov rule COH double bond CH. ഓക്കെ. എന്താണ് ഈനോൾ? ഈനോൾ. ഓക്കെ. നമുക്കറിയാം ഈനോൾ ആർ അൺസ്റ്റേബിൾ. It suddenly tautomerize into corresponding ketoform. Okay. അപ്പൊ ഇത് tautomerize. ഇവിടെ നടക്കുന്ന ഐസോമറൈസേഷൻ ആണ് tautomerism. Tautomerize. അങ്ങനെ tautomerize ചെയ്താൽ നമുക്ക് കോമ്പൗണ്ട് CH3 C double bond CH. അപ്പൊ നമ്മോട് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൽ ഇവിടെയുള്ള ഈ കോമ്പൗണ്ട് എ ഏതാണ്? ഈ എ എന്നുള്ള കോമ്പൗണ്ടിന് സംഭവിക്കുന്ന ഐസോമറൈസേഷൻ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ. അപ്പൊ ഐസോമറൈസേഷൻ എന്താണ്? ടോട്ടോമറിസം. ഇനി എ എന്നുള്ള കോമ്പൗണ്ട് അതിന് IUPAC നെയിം എന്താണ്? വാട്ട് ഈസ് IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? Propene 2-ol. That is IUPAC name of that enol. അപ്പൊ നമ്മുടെ ഈ ചോദ്യത്തിന് ആൻസർ ഏതൊക്കെ ക്ലിയർ ആയല്ലോ? എ എന്നുള്ള കോമ്പൗണ്ട് propene 2-ol and isomerism is tautomerism. Okay. അപ്പൊ നമ്മുടെ ചോദ്യത്തിന് ആൻസർ ഏത് വരും? The answer is prop 2 in 1-ol and the isomerism is tautomerism. Sorry, prop 1 in 2-ol and the isomerism is tautomerism. Answer is option E. Okay. Clear alle? 9th question. The compound A and C in the following reaction are. ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ ഉണ്ട്. ആ സീരീസ് ഓഫ് റിയാക്ഷനിൽ എയും സിയും തമ്മിൽ എന്ത് ഐസോമറിസം ആണ് കാണിക്കുക? അത് രണ്ടും എന്ത് ഐസോമർ ആണെന്ന് ചോദിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ ആ 9th question ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഓക്കെ. 9th question ചോദ്യം ഇതാണ്. ആദ്യം അസെറ്റാൽഡിഹൈഡ്. Acetaldehyde when react CH3 CHO react with the CH3 MgBr. അപ്പോൾ നമുക്കറിയാം ആൽഡിഹൈഡ് ട്രിഗണാഡ് റിയേജന്റുമായി റിയാക്ട് ചെയ്താൽ നമുക്കറിയാം ആൽക്കഹോൾ ആണ് കിട്ടുക. ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ്. ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ പ്രൈമറി ആൽക്കഹോൾ, അതർ ആൽഡിഹൈഡ് ആണെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾ, കീറ്റോൺ ആണെങ്കിൽ ടെർഷ്യറി ആൽക്കഹോൾ. അപ്പൊ ഇവിടെ അസറ്റാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ അതർ ആൽഡിഹൈഡ്. അപ്പൊ നമുക്ക് കിട്ടുന്ന CH3 CH OH
CH3. ഇവിടെ H2O. അഡീഷൻ പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യും? ഹൈഡ്രോളൈസ് ചെയ്താൽ കിട്ടുന്ന ആൽക്കഹോൾ ഒരു സെക്കൻഡറി ആൽക്കഹോൾ ആണ് പ്രൊപ്പാൻ 2. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ A എന്നുള്ള. ഈ A എന്നുള്ള കോമ്പൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സൾഫ്യൂരിക് ആസിഡ് നമുക്കറിയാം ഡീഹൈഡ്രേഷൻ, എലിമിനേഷൻ ഓഫ് വാട്ടർ. എന്തായി പ്രൊഡക്റ്റ്? CH3 CH ഡബിൾ ബോണ്ട് CH ആൽക്കീൻ. ഇതാണ് B എന്നുള്ള. ഓക്കെ, ഇനി B എന്നുള്ള കോമ്പൗണ്ടിനെ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ, ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ, ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ആന്റി മാർക്കോണിക് ഓഫ് അഡീഷൻ ഓഫ് വാട്ടർ അല്ലെ, അഡീഷൻ ഓഫ് ഡൈബോറേൻ B2H6 and hydrogen peroxide. എന്താ സംഭവിക്കുക? ആന്റി മാർക്കോണിക് അഡീഷൻ ഓഫ് വാട്ടർ. അപ്പൊ ഇതിലേക്ക് ആന്റി മാർക്കോണിക് അഡീഷൻ വാട്ടർ CH3 CH2 CH2 ഇതാണ് C എന്നത്. അപ്പൊ ഇത് A എന്നുള്ള കോമ്പൗണ്ട് പ്രൊപ്പാൻ 1 propanol, ഇത് പ്രൊപ്പാൻ 2. അപ്പോ A എന്നുള്ള കോമ്പൗണ്ട് പ്രൊപ്പാൻ 1 C എന്നുള്ള കോമ്പൗണ്ട് പ്രൊപ്പാൻ 2. പ്രൊപ്പാൻ 1 ആൻഡ് പ്രൊപ്പാൻ 2 ആർ പൊസിഷൻ ഐസോമേഴ്സ് ഈച്ച് അതർ. അവര് പൊസിഷൻ ഐസോമേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏത് വരും? ആൻസർ ഈസ് A and C are position isomers. The answer is option E. Okay, 9th question answer option E. Then last question. The following reaction represents CH3C double bond OCl plus H2. Palladium and charcoal partially poisoned with barium sulfate. Aldehydes are formed. Acid chloride on reduction with palladium and charcoal. The reaction is called Rosenmann's reduction. This already we method of preparation of aldehydes പഠിച്ചതാണ്. Therefore, the reaction is called Rosenmann's reduction. Our 10th question answer option E. അപ്പോൾ ഇത്രയാണ് ആൽഡിഹൈഡ് കീറ്റോൺസ് എന്നുള്ള ചാപ്റ്ററിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചു ചില കുറച്ച് ചോദ്യങ്ങൾ ഒന്ന് ഡിസ്കഷൻ നിങ്ങളൊന്ന് കാണിച്ചു മാത്രം. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ബേസിൽ ബാക്കിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യണം.